നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് കളഞ്ഞല്ലോ. ഈ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ ഈ ബാബറി പള്ളി അത് തകർക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി. മന്ത്രി പറയുന്നത് സർക്കാർ സപ്ലിമെൻ്ററി ടെക്സ്റ്റ് അടിച്ച് സ്കൂളുകളിൽ വിതരണം ചെയ്യും. എന്തിനാ സപ്ലിമെൻ്ററി ടെക്സ്റ്റ്? മെയിൻ ടെക്സ്റ്റ് തന്നെ അടിച്ച് വിതരണം ചെയ്യട്ടെ. സർക്കാരിൻ്റെ സ്കൂളുകളിലേ പറ്റുള്ളൂ. അതത്രേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ NCERTയുടെ സിലബസ് പഠിപ്പിക്കുന്നത് CBSE സ്കൂളും ICSE സ്കൂളും ഒക്കെയാണ്. മറ്റ് സ്കൂളുകളിൽ കേരള സർക്കാർ സിലബസ്. NCERTയുടെയാണ്. കേരള സർക്കാരിന് അവരുടേതായ സിലബസ് ഉണ്ടാക്കാം. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണല്ലോ. കേന്ദ്രത്തിൻ്റെ സിലബസ്, കേരളത്തിൻ്റെ സിലബസ്. അപ്പോൾ കേരളത്തിൻ്റെ സിലബസിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ബാബറി മസ്ജിദ് എന്ന് പഠിപ്പിക്കാം. വേറെ ഒന്നും പഠിപ്പിക്കേണ്ട, കണക്ക് സയൻസ് ഒന്നും വേണ്ട. ബാബറി മസ്ജിദ് എന്ന് പഠിപ്പിക്കുക. പിന്നെയും പുസ്തകത്തിന് സ്ഥലം പോരെങ്കിൽ വെറുതെ ബാബറി മസ്ജിദ് എന്ന് എഴുതി വയ്ക്കുക, അച്ചടിച്ച് വയ്ക്കുക. പിള്ളേരെ ഏതായാലും ഓൾ പാസ്സാണ് കേരളത്തിൽ. ചുമ്മാ പാസ്സാക്കി വിടുകയാണ്. 9ാം ക്ലാസ് വരെ ആരെയും തോൽപ്പിക്കരുത് എന്ന് നിർദ്ദേശമുണ്ട് സാറന്മാർക്ക്. 10ാം ക്ലാസ്സിൽ അബദ്ധവശാൽ ആരെങ്കിലും തോറ്റാൽ അവർക്ക് സർക്കാർ മോഡറേഷൻ കൊടുത്ത് അവരെയും ജയിപ്പിക്കും. അതിപ്പോൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റാൻ തീരുമാനിച്ചല്ലേ ഉള്ളൂ. ഇതൊക്കെ മാറ്റുമെന്ന് പറഞ്ഞാൽ അത് മാറ്റില്ല. കാരണം ഇതൊരു കറക്ക് കമ്പനിയായിട്ട് ഉറച്ചു കഴിഞ്ഞ് വർഷം എത്രയായി ഇത്? എത്ര വർഷമായി 9ാം ക്ലാസ് വരെ പിള്ളേരെ ജയിപ്പിക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ജനം തൊഴിലെടുക്കാൻ പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇപ്പോൾ പിള്ളേരെല്ലാം പ്രൈവറ്റ് കോഴ്സിനാണ് പോകുന്നത്. 3 മാസം 6 മാസം ഒക്കെയുള്ള ജോലി കിട്ടാനുള്ള കോഴ്സിന് പോകുന്നു. അവരവരുടെ ജീവിതം നോക്കുന്നു. അല്ലാതെ ഇവൻ്റെ നാടകത്തിന് അവർ കൂട്ടുക, ഇവൻ്റെ ബാബറി മസ്ജിദും കൊണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടുക. അപ്പോൾ ആകെ ഇവർക്ക് ചെയ്യാനുള്ളത് ഈ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ബാബറി മസ്ജിദ് പഠിപ്പിക്കുക. പഠിപ്പിച്ചോ, വേറെ ഒന്നും പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ട ബാബറി മസ്ജിദ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്ല ടി ജി, അവർ പഠിപ്പിക്കട്ടെ. പക്ഷേ ഇത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? CBSE സ്കൂളുകളിൽ NCERTയുടെ സിലബസ് ഉള്ളിടത്ത് സംസ്ഥാന സർക്കാരിന് എങ്ങനെ പാരലൽ പുസ്തകം അടിച്ച് വിതരണം ചെയ്യാൻ പറ്റും? അല്ല, ഈ മന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. മന്ത്രിമാർ പൊതുവേ സത്യം പറയാറില്ല. അബദ്ധവശാൽ ചിലപ്പോൾ സത്യം പറയുള്ളൂ എന്നുള്ളതല്ലാതെ അത് ഈ മന്ത്രിയല്ല, എല്ലാ മന്ത്രിമാരും അവർ നുണയെ പറയൂ. നുണ ഒരു അൺപാർലമെൻ്ററി വാക്കാണ്. തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണം ഇവിടെ നിയമസഭയിലൊക്കെ പറയാൻ. പക്ഷേ നിയമസഭയിലെ ചട്ടം നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ടാണ് ഞാൻ നുണ എന്ന് പറയുന്നത്. അത് ബൈ ഡിഫോൾട്ട് അവരുടെ വായിൽ നിന്ന് നുണയേ വരുള്ളൂ. ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ നമുക്ക് സ്ലിപ്പ് ഓഫ് ടങ്ക് സംഭവിക്കുമല്ലോ, അവർക്ക് സ്ലിപ്പ് ഓഫ് ടങ്ക് സംഭവിക്കുമ്പോൾ ഈ സത്യം പുറത്ത് ചാടും. അത് ഉടനെ തന്നെ അവർ തിരുത്തുകയും ചെയ്യും. അതുകൊണ്ട് മന്ത്രി നുണ പറഞ്ഞു, മന്ത്രി തള്ള് നടത്തി, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. തള്ളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, വേണമെങ്കിൽ ഇവർക്ക് സപ്ലിമെൻ്ററി ടെക്സ്റ്റ് അടിക്കാം. ആ കൂട്ടത്തിൽ കുറേ പൈസ ചിലവഴിക്കാം. അല്ല, അടിക്കുമെന്ന് ഇവരെ ഭരിക്കുന്നത് പോപ്പുലർ ഫണ്ടാണ്. പോപ്പുലർ ഫണ്ട് പറയും പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ അടിച്ചു തരാം, ആ കാശ് ഇങ്ങ് തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് പുസ്തകങ്ങൾ അടിച്ചിട്ട് വിതരണം ചെയ്യും. അവരുടെ 2047 പ്രോജക്റ്റ് ഉണ്ടല്ലോ, പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രോജക്റ്റ് ഇല്ലാതെ പോയിട്ടൊന്നുമില്ല. ആ പ്രോജക്റ്റിനെ സഹായിക്കാനുള്ള സൈന്യമാണ് CPMൽ റെഡിയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ മെമ്പർമാരാണ് ഈ പുരോഗമന കലാ സാഹിത്യ സംഘം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മെമ്പർമാരാണ്, അതിൻ്റെ മുന്നണി പോരാളികളാണ്. അത് പ്രസംഗിച്ച് ഫലിപ്പിക്കുക, കവിത എഴുതി ഇതാക്കുക. ലാഡൻ, ബിൻ ലാദൻ, G. സുധാകരൻ കവിതയൊക്കെ എഴുതിയില്ല, അദ്ദേഹം അത് നിർത്തി. പക്ഷേ അത് തുടരുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവർ പോപ്പുലർ ഫണ്ടുകാർ ഇത് അടിച്ചു കൊടുക്കും. നമ്മുടെ സിലബസ് തീരുമാനിക്കാനും അവരെ ഏൽപ്പിച്ചാൽ മതി. അടിച്ചു കൊടുത്തിട്ട് CBSE സ്കൂളിൽ കുട്ടികൾക്ക് നോട്ടീസ് കൊടുക്കുന്നവരെ കൊടുക്കും. CBSE സ്കൂളിൽ അത് നോട്ടീസായിട്ട് പരിണമിക്കും. ചിലപ്പോൾ നോട്ടീസ് കയറണം പോലും നടക്കില്ല. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നേ, പ്ലീസ് അത് ചെയ്യാം. ഓൾറെഡി അവരുടെ പുസ്തകത്തിലുണ്ടല്ലോ. അവരുടെ പുസ്തകത്തിൽ ഒരധ്യായമോ എല്ലാം കാണും. ആ പുസ്തകം ഫുൾ ബാബറി മസ്ജിദാക്കും. ഓ, അത് ശരി. ഈ സയൻസ്, കണക്ക്, സംഗതി ഇതൊന്നും പിള്ളേർ പഠിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ ബാബറി മസ്ജിദ് അത്യാവശ്യമായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സിലബസ് മാറ്റാൻ ഞാൻ ബാബറി മസ്ജിദ് അത് സംഘപരിവാറാണ് പൊളിച്ചത്. ഈ മോഹൻജി ഭാഗവത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹമായിരുന്നു സർസംഘചാലകൻ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. മോഹൻജി ഭാഗവത്തിൻ്റെ നേതൃത്വത്തിൽ വത്സൻ തില്ലങ്കേരി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെയൊക്കെ പേരൊക്കെ എഴുതിയിട്ട് ഇവരൊക്കെ ചേർന്നാണ് അത് പൊളിച്ചത്. കൊച്ചു പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല ആര് മോഹൻജി ഭാഗവത്ത് ഏത് വത്സൻ തില്ലങ്കേരി. അപ്പോൾ ചോദിക്കും
ബാബറി മസ്ജിദ് പൊളിച്ചത് ആര് പറയൂ. അപ്പോൾ ഒരാൾ ഇപ്പോൾ മോഹൻജി മുഴുവൻ പറയൂ. മോഹൻജി ഭാഗവത് ആരായിരുന്നു അയാൾ? അദ്ദേഹം എന്ന് പറയുന്നത് അയാൾ ആരായിരുന്നു? RSSകാരൻ. RSSകാരാരാണ്? ദുഷ്ടന്മാരാണ്, ഫാസിസ്റ്റാണ്. ടീച്ചറെ ഫാസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അത് പിന്നെ പഠിപ്പിക്കും. ഇന്നലെ വരെയുള്ളത് പഠിച്ചോ നീ? ഇപ്പോൾ ഫാസിസ്റ്റ് എന്താണെന്ന് ചോദിക്കും, ഇരുടാ അവിടെ. കാരണം ഇവർക്കും അറിയാമല്ലോ ഫാസിസ്റ്റ് എന്താ. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാ ക്ലാസ് തബലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്തോ സാധനം. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാ ക്ലാസ് കേരളത്തിൽ നടക്കും. ഒരു തലമുറ അങ്ങനെ വരട്ടെ എന്ന്. അല്ല, ഞാൻ അതല്ലേ ചോദിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ NCERT ഇപ്പോൾ പാളയ ഇമാമൊക്കെ മറ്റേ ബക്രീദിൻ്റെ പ്രസംഗത്തിന് ഉലുവായി പൊട്ടിത്തെറിച്ചു ഈ സിലബസ് മാറ്റത്തെക്കുറിച്ച്. ഇപ്പോൾ ഇവരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു നമ്പർ പറയുക, കേരളം CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പോലെ. നടക്കാൻ പോകാത്തൊരു കാര്യമല്ലേ, ഇവരെ കൊണ്ട് സാധിക്കാത്ത കാര്യമല്ലേ പറയുന്നത്. പാളയം ഇമാമിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പരിശോധിച്ച ഒരു ഗ്രന്ഥമുണ്ട്, DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. പരിശുദ്ധ ഖുറാൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ആ ഗ്രന്ഥം അതേപോലെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സമ്മതമാണ്. എല്ലാ പിള്ളേരെയും ഖുറാൻ പഠിപ്പിക്കണം. പാളയം ഇമാം അബ്ദുൽ ഗഫാർ മൗലവി, ഇദ്ദേഹം തന്നെ ആയിരുന്നു അതെന്ന് എനിക്കറിയില്ല. അബ്ദുൽ ഗഫാർ മൗലവി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു 96 ഇറങ്ങിയ ഖുറാൻ. അതിനുശേഷം ഇവർ ഈ ഖുറാനിൽ വെള്ളം ചേർക്കുന്നുണ്ട് ഈ കക്ഷികൾ. അത് ശരി. പറയും ഞങ്ങൾ ഖുറാൻ ഒരു അക്ഷരം മാറ്റാതെ. അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഖുറാൻ വാങ്ങിച്ചു നോക്ക്, ഒരുപാട് സ്റ്റാറും ഫുട് നോട്ടും സംഗതിയൊക്കെ വെച്ചിട്ടാണ്. കാരണം നേരെ അർത്ഥം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടും. അത് പിടികിട്ടാതിരിക്കും. ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുട് നോട്ടൊക്കെ എഴുതിയാണ് ഇപ്പോൾ ഖുറാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അബ്ദുൽ ഗഫാർ മൗലവി അന്നും വലിയ വ്യാഖ്യാനമൊന്നുമില്ലാതെ നേരെ ചൊവ്വേ ഒരു ഖുറാൻ ഇറക്കിയിട്ടുണ്ട്. 1995 or 96. ഐ ഹാവ് എ കോപ്പി ഓഫ് ദാറ്റ്. ഈ സാധനം പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ്. കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ട. ശിവൻകുട്ടി വാലും ചുരുട്ടി സമ്മതിക്കും. പാളയം ഇമാം ഒരു ഫത്വ ഇറക്കി കഴിഞ്ഞാൽ ശിവൻകുട്ടി എന്ത് ചെയ്യും? അയ്യോ എന്ന് പറഞ്ഞു ഒച്ചാനിക്കും. പിണറായി വിജയൻ ചാടിക്കയറി ഒച്ചാനിക്കും. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡിപ്പെൻഡൻസി ഓൺ റാഡിക്കൽ ഇസ്ലാം ബൈ ദിസ് ഗവൺമെൻറ്. ദിസ് ഈസ് നോട്ട് എ ഗവൺമെൻറ്, ദീസ് ആർ ഓൾ പോൺസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇസ്ലാമിക് ടെററിസ്റ്റ്. ഇവരൊക്കെ ഭരിക്കുകയാണെന്നാണ് വിചാരം. നത്തിങ് ഡൂയിങ്. ഇവർ ഡാൻസ് കളിക്കുകയാണ്, റാഡിക്കൽ ഇസ്ലാമിൻ്റെ താളത്തിന് ഡാൻസ് കളിക്കുകയാണ്. പിണറായി വിജയന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തോട്ടോ സംഗതിയോ ഒന്നും ഉള്ള ആളല്ല, പണ്ട് മുതലേ ഇല്ല. ഹീ ഈസ് ലെഡ് ബൈ സംബഡി എൽസ്. പണ്ട് അദ്ദേഹം ഈ കൽക്കട്ട തീസിസ്, സുന്ദരയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പേരിൽ കുറേ പേരെ വെട്ടിക്കൊന്നു. ഇപ്പോൾ ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കൂടെ ചേർന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരെ വെട്ടിക്കൊല്ലാനായിട്ട് കൂട്ടുനിൽക്കുന്നു. ഇതാണ് പിണറായി വിജയൻ. അല്ലാതെ അങ്ങേർക്ക് സ്വന്തമായിട്ട് ആലോചിക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ല, അതിനുള്ള പാങ്ങുമില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ അടുത്ത പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ, ഈ പാളയം ഇമാം ഇവരുടെ വലിയൊരു ദിവ്യനാണല്ലോ. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ, ഈ പള്ളിയിലെ മുഖ്യ കാർമ്മികൻ, ഇദ്ദേഹത്തെയാണല്ലോ ഇമാം അല്ലെങ്കിൽ മൗലവി എന്നൊക്കെ വിളിക്കുന്നത്. ഈ പാളയം പള്ളിയുടെ ഇമാമിന് പ്രത്യേകിച്ച് വല്ല സ്റ്റാറ്റസ് ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് നമ്മുടെ അഹമ്മദ് മാഷോട് ചോദിച്ചായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞത് കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികളിലെ ഇമാമിനെ പോലെ ഒരു ഇമാമും മാത്രമാണ്. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസും ഇല്ല. കാരണം പാളയം പള്ളി ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണ്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ അധിപനായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ ഈ പാളയം പള്ളിയേക്കാൾ പഴക്കമുള്ള പള്ളിയെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് മട്ടാഞ്ചേരിയിലെ ചെമ്പിട്ട പള്ളിയാണ്. അവിടുത്തെ ഇമാമിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങേര് പത്രപ്രസ്താവന ഇറക്കാറില്ല. അങ്ങേര് മാനമര്യാദയായിട്ട് എവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അവിടെ സംഗതി അവിടെ ഈ നിസ്കാരം, വെള്ളിയാഴ്ച പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ടി വിയിൽ വരികയും കണ്ടവനെ വെല്ലുവിളിക്കുകയും ഇതൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ പുരാതനമായ പള്ളിയാണ് മട്ടാഞ്ചേരിയിലെ ചെമ്പിട്ട പള്ളി. പക്ഷേ ഇദ്ദേഹം ഈ ടി വിയിലൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് പേടിയാവുന്നു. നമ്മുടെ അടുത്തുള്ള ഇമാമിനേക്കാൾ വലിയ ഇമാം. അതുകൊണ്ടല്ലേ നാട്ടുകാർ മുഴുവൻ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. മാർപ്പാപ്പയെ പോലൊരു സാധനമാണ്, പദവിയാണെന്ന് കരുതും. അതെ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ അഹമ്മദ് മാഷോട് ചോദിച്ച് ക്ലിയർ ചെയ്തത്. അല്ലെ, അഹമ്മദ് മാഷ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്നില്ലല്ലോ. അവരുടെ ഹെറാർക്കി പല വിധത്തിലല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇസ്ലാമിലെ തന്നെ ചില പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. കാരണം ഈ ചോദിച്ചാൽ അവർക്കും പറയാൻ പേടിയാണെന്ന്. ഇത് അവർ പറഞ്ഞു എന്ന് ഞാൻ എവിടെയെങ്കിലും എഴുന്നള്ളിക്കും, പിന്നെ അവർ കുഴപ്പത്തിലാകും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്നു. സുനിൽ ചോദിക്കുന്നു എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ആളിൻ്റെ പേര് പറയുന്നു, ഒരു ഇസ്ലാമിക പണ്ഡിതൻ.
എല്ലാവരും കൂടെ അയാളുടെ തലയിൽ കയറും. അയാളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ, പക്ഷേ പറഞ്ഞാലേ അതിന് ആധികാരികത ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള പുലിവാലിൽ ചെന്ന് ചാട്. ഇതാണ് ഇസ്ലാമിലെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആൾക്കാർ ഭയക്കുന്നത്. നമ്മൾ ആരെങ്കിലും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഴപ്പത്തിലാവും. ധൈര്യമായിട്ട് നമുക്ക് കേരളത്തിൽ കോട്ട് ചെയ്യാവുന്ന ഇസ്ലാമിക പണ്ഡിതൻ യൂസഫുൽ ഖർദാവിയാണ്. അങ്ങനെ കേരളത്തിലല്ല, ഇവിടെയാണ്, ഖത്തറിലാണ്. വളരെ വയസ്സായിരുന്നു, മരിച്ചുപോയി. ഈ അടുത്ത കാലത്തൊന്നും കാണുന്നില്ല, മരിച്ചുപോയെന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖർദാവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞ് 2 വോളിയം കോഴിക്കോട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച്, അത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വായിക്കേണ്ടതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഫത്വയുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി. അതൊക്കെ കണ്ടാൽ ഇവരെ ആത്മഹത്യ ചെയ്യും. ബട്ട് സ്റ്റിൽ ദേ വിൽ സബ്സ്ക്രൈബ് ടു ഇറ്റ്. കാരണം ഈ ഒരു ഹെമ്മിങ് കോംപ്ലക്സ് എന്ന് പറയുമല്ലോ, അഡ്വാനി പ്രയോഗിച്ചിട്ടാണ് ഞാനത് ആദ്യം കാണുന്നത്. ഈ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത, ഒരു ജീവി, അതിനെയാണ് ഹെമ്മിങ് എന്ന് പറയുന്നത്. അത് ചില പ്രത്യേക സീസണിൽ ചുമ്മാ കടലിലിറങ്ങി ആത്മഹത്യ ചെയ്യും. അതുപോലെ ഇസ്ലാമിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്യുന്നൊരു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഫ്ഗാനിസ്ഥാനിൽ അത് ചെയ്തു. അവിടെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെയായി. പാകിസ്ഥാന് വേണ്ടി വാദിച്ചു, പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. മലപ്പുറത്തിന് വേണ്ടി വാദിച്ചു, മലപ്പുറത്ത് ഇവരില്ലാതെ പോയി. അങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്ത് ഇസ്ലാമിന് കീഴടങ്ങാം എന്ന് വഴിപാട് നേർന്ന കക്ഷികളാണ് ഇവർ. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞൊരു പുസ്തകം തയ്യാറാക്കുക, അത് മാത്രം പഠിപ്പിക്കുക കേരള സിലബസിൽ, വേറെ ഒന്നും പഠിപ്പിക്കരുത്. കാരണം കംപ്ലീറ്റ് ബ്രെയിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ബാബറി മസ്ജിദ്. ഇനി അത് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പാളയം ഇമാം അബ്ദുൽ ഗഫാർ മൗലവിയുടെ നേതൃത്വത്തിൽ പരിഷ്കരിച്ച അല്ലെങ്കിൽ പരിശോധിച്ച് പണിക്കുറ തീർത്ത DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഖുർആൻ ഇത് പഠിപ്പിക്കുക. നമുക്ക് നോക്കാൻ നിൽക്കാം, ഒന്നും സംഭവിക്കാൻ. പറയുമ്പോൾ ചിലപ്പോൾ അവർ ഗൗരവത്തിലെടുത്ത് നടപ്പാക്കിക്കോട്ടെ. എനിക്ക് എൻ്റെ കയ്യിൽ കുറഞ്ഞത് 5 കോപ്പിയുണ്ട് ഖുർആൻ്റെ. എന്തൊക്കെയാണ് ഇതിൽ കൃത്രിമം നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കുന്നതാണ്. ആധികാരികമായൊരു കോപ്പിയുണ്ട് സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്ന ഖുർആൻ. അത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് അറബി ആയിരിക്കുമല്ലോ. അല്ല, അത് ഒരു വശത്ത് അറബി, മറുവശത്ത് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് ഓരോ പേജിലും, ഒരു വശത്ത് അറബി, മറുവശത്ത് ഇംഗ്ലീഷ്, ആധികാരികമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഖുർആൻ, വെറുതെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് പോരാ, സൗദി ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത ഖുർആൻ, വിച്ച് ഈസ് കെപ്റ്റ് എവരിവെയർ ഇൻ ദ മോസ്ക്. അവരാണല്ലോ ഈ മക്ക മദീനയുടെ ഉടമസ്ഥന്മാർ, അവരെ കവിഞ്ഞ് വേറെ ഇസ്ലാമില്ല. അപ്പോൾ അവരുടെ വെർഷൻ അത് എനിക്ക് തോന്നുന്നു 1934 പാകിസ്ഥാനിലാണ് വെർഷൻ ഉണ്ടാക്കുന്നത്, പ്രിൻറ്റഡ് ഇൻ സൗദി അറേബ്യ. അങ്ങനെയുള്ള ഖുർആൻ മുതൽ ഈ വിവിധ മലയാളം പരിഭാഷകളും തർജ്ജമകളും ഒക്കെ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഒരു 5-6 കോപ്പിയുണ്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഫാൻറ്റാസ്റ്റിക്. നിങ്ങൾക്ക് അവർ വരുത്തുന്ന ഈ നാടകങ്ങൾ, യുദ്ധം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ യുദ്ധത്തിന് പകരം സമരം എന്ന് എഴുതിയിരിക്കുന്നു. തമ്മിലൊരു വ്യത്യാസമുണ്ട്. യുദ്ധം, അതിന് കൊള്ള മുതൽ, യുദ്ധത്തിൻ്റെ സമയത്ത് കൊള്ളയടിച്ചിട്ട് കൊള്ള മുതൽ എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. അത് മാറ്റിയിട്ട് സമരം എന്നെഴുതി സമരാർജിത സമ്പത്ത് എന്നാക്കി. സമരം ചെയ്ത് സുനിൽ നേടിയെടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് ആർക്കും തോന്നുന്നില്ല. യുദ്ധം ചെയ്ത് ഞാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കൃത്തരം കാണിച്ചു പെട്ടെന്ന് മനസ്സിൽ വരും. ഇങ്ങനെയാണ് ഈ വാക്കുകൾ ഖുറാനിൽ ഇവർ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് പീപ്പിൾ ദിസ് ബുക്ക്. കാരണം അത് വളരെ സിമ്പിളാണ്. വ്യാഖ്യാനം വേണ്ടാത്ത ഇത്രയും ലളിതമായ പുസ്തകം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒറിജിനൽ ഖുറാൻ വാങ്ങുക, അതിനകത്ത് ബ്രാക്കറ്റും ഫുട് നോട്ടും സംഗതി ഒന്നും ഉണ്ടാവരുത്. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലീനായിട്ട് മനസ്സിലാവും. 70s ഇവർ NBS ഖുറാൻ ഇറക്കിയിട്ടുണ്ട്. ഒരു തടിയൻ ഗ്രന്ഥമാണ് ഖുറാൻ തർജ്ജമ. അതാണ് ഞാൻ വായിച്ചതിൽ ഏറ്റവും സത്യസന്ധമായ സാധനം. സത്യസന്ധമായിട്ട് അതിൽ വെള്ളം ചേർക്കൽ വളരെ അപൂർവമേ നടത്തിയിട്ടുള്ളൂ. ഫുട് നോട്ട് വളരെ കുറവേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഖുറാൻ ഇതിലേതെങ്കിലും ഇവർക്ക് സ്വീകരിക്കാവുന്നതാണ്, സിലബസിൽ പഠിപ്പിക്കാവുന്നതാണ്. DC ബുക്സിൻ്റെയാണ് ഞാൻ നോക്കിയിട്ട്. ഐഡിയയിൽ കുറച്ച് ചെറുതാണത്, ഹാൻഡിയാണ്. മറ്റത് വലിയ ഗ്രന്ഥമൊക്കെ ആയി കഴിയുമ്പോൾ പ്രയാസമാണ്, എടുത്താൽ പൊങ്ങാത്ത സാധനം. ഇത് പേപ്പർ ബാക്കാണ്.
വെരി സ്മോൾ. ഇപ്പോൾ ഈ വെയ്റ്റ്ലെസ് പേപ്പർ ഉണ്ടല്ലോ, അതിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പാഠപുസ്തകമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അത് പഠിപ്പിക്കട്ടെ, സർക്കാർ പരിഗണിക്കട്ടെ. ബാബറി മസ്ജിദും ഖുറാനും ഇത് രണ്ടും പഠിപ്പിച്ചാൽ മതി, രാജ്യം നന്നായിക്കോളും, വേറെ ഒന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.